സംസ്ഥാന കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ മന്ത്രി വി അബ്ദുൾ റഹ്മാൻ നയിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്ര കിക്ക് ഡ്രഗ്സ് 9 പാലക്കാട് സ്വീകരണം നൽകും. രാവിലെ 8 മണിക്ക് പാലക്കാട് കോട്ടമൈതാനത്താണ് സ്വീകരണം നൽകുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്വീകരണത്തിന് മുന്നോടിയായി രാവിലെ 6 മണിക്ക് മുട്ടിക്കുളങ്ങര KAP 2 ബറ്റാലിയനിന് മുൻവശത്തു നിന്നും മാരത്തോണും സംഘടിപ്പിക്കും. എ പ്രഭാകരൻ MLA മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. 7 മണിക്ക് BEM സ്കൂളിൽ നിന്നും കോട്ടമൈതാനം വരെ വാഗത്തോൺ സംഘടിപ്പിക്കും. വൈകുന്നേരം 3 മണിക്ക് ആലത്തൂർ കാവ് മൈതാനത്ത് സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം 5 മണിക്ക് ഒറ്റപ്പാലം മായന്നൂർ പാലത്തിന് സമീപം മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ വെച്ച് സന്ദേശയാത്ര സമാപിക്കും. കായിക താരങ്ങൾ, ജനപ്രതിനിധികൾ, SPC, NCC, സ്കൗട്ട്, റെഡ് ക്രോസ്, മറ്റ് സന്നദ്ധ സംഘടനകൾ, ക്ലബ്ബുകൾ എന്നിവ സ്വീകരണ യോഗത്തിലും റാലിയിലും പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. വിവിധ കായിക അസോസിയേഷന്റെ പ്രകടനവും കായിക താരങ്ങളുടെ അഭ്യാസവും യാത്രയിലുണ്ടാവും. ലഹരിവിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായി 3 കേന്ദ്രങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ലഹരിക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ, സ്പോർട്സിനെ ലഹരിയായി കാണാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനായിട്ടാണ് സംസ്ഥാനത്ത് നടത്തുന്നത്. പാലക്കാട് ജില്ലയിൽ മെയ് മാസം 9-ാം തീയതി വ്യത്യസ്തമായ പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. രാവിലെ 6 മണിക്ക് മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പിന് മുൻവശത്തു നിന്നും ആരംഭിച്ച് പാലക്കാട് കോട്ടമൈതാനത്ത് സമാപിക്കുന്ന നിലയിൽ ഏതാണ്ട് 12 കിലോമീറ്റർ ദൂരം മാരത്തോൺ സംഘടിപ്പിക്കുകയാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായി അതിൽ പങ്കെടുക്കാം. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് K പ്രേംകുമാർ MLA, വൈസ് പ്രസിഡന്റ് ഹരിദാസ്, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം M രാമചന്ദ്രൻ, ജില്ലാ സ്പോർട്സ് ഓഫീസർ ഹെർബിൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.